ല്ല. പക്ഷെ സാത്താൻ ഒട്ടും മാന്യനല്ല. അവൻ എവിടെയാണ് ഇടിച്ചു കയറേണ്ടത് നോക്കി നടക്കുകയാണ്, അവസരം നോക്കി നടക്കുകയാണ്. എവിടെയെങ്കിലും പഴുത് കണ്ടു കഴിഞ്ഞാൽ അവന് ഇടിച്ചു കയറും, പഴുതില്ലാത്തടത്തിൽ ഉണ്ടാക്കാൻ കയറും, നുണ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് പഴുത് ഉണ്ടാക്കാൻ നോക്കും, അതിക്രമിച്ച് കയറും. ഇതെല്ലാം കള്ളന്മാരുടെ രീതി. ഈശോ പറഞ്ഞ കള്ളൻ വരുന്ന കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ഈ ഒരു ശൈലി സാത്താനുണ്ട്, പൈശാചാരികൾക്കുണ്ട്. അതുകൊണ്ട് അവർ ഒരു വ്യക്തിയുടെ സമ്മതം കൂടാതെ കയറാനായിട്ട് നോക്കിയെന്ന് വരും. അപ്പോൾ എന്നാലും സമ്മതം കൂടാതെ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ കണ്ടതാണ്, നമ്മളുടെ ഉള്ളിൽ നമ്മൾ നിറച്ചെടുത്തിരിക്കുന്ന ദൈവിക ശക്തി പ്രാർത്ഥന വഴി, വിശുദ്ധമായ ജീവിതം വഴി, വിശ്വാസം വഴി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവ സാന്നിധ്യം എടുക്കുക വഴി ആളുള്ള വീടായിട്ട് നമ്മളായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 12-44 ഭാഗത്തിൽ ആളൊഴിഞ്ഞ വീട് ആയിട്ട് കാണപ്പെടുമ്പോഴാണ് അശുദ്ധാത്മാവ് പോയിട്ട് വേറെ 7 കൂടെ കൂട്ടിക്കൊണ്ടുവന്ന വ്യക്തി കയറി താമസം ഉറപ്പിക്കും.